അപ്പോൾ ജോബി, ഇതാ ഒരു പ്രോബ്ലം. A particle starts moving along a straight line with a velocity of 12 meters per second. It is subjected to an acceleration of minus 3 meters per second squared. When will it return to its starting point? How far away is the turning point from the starting point? Sketch an x versus t graph of this motion. Okay, അപ്പോൾ നമ്മുടെ ഒരു പാർട്ടിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി പോവാണ്. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് x = 0 നിന്നാണ്. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ ഇതാണ് പാർട്ടിക്കിൾ എന്ന് വയ്ക്കുക. ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് ആണ് അല്ലേ? വെലോസിറ്റി പോസിറ്റീവും ആക്സിലറേഷൻ നെഗറ്റീവും. അതായത് വെലോസിറ്റി റൈറ്റ് സൈഡിലേക്കാണ്, അതുകൊണ്ടാണ് പാർട്ടിക്കിൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്. പക്ഷേ ആക്സിലറേഷൻ ലെഫ്റ്റ് സൈഡിലാണ്. നമ്മൾ പഠിച്ചു ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ആണെങ്കിൽ സ്പീഡ് കുറയും എന്ന് പഠിച്ചു അല്ലേ? അങ്ങനെ സ്പീഡ് കുറയണമെങ്കിൽ വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് ആവണം. വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് ആയാൽ മാത്രമേ സ്പീഡ് കുറയുള്ളൂ, അല്ലെങ്കിൽ സ്പീഡ് എപ്പോഴും കൂടുകയോ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയി സ്പീഡ് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ അത് 0 വെലോസിറ്റി ഇല്ലെങ്കിൽ 0 സ്പീഡിൽ ആവും. ഓക്കെ, എവിടെയാണ് അത് വന്നിട്ട് ഹോൾട്ട് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കും. എന്നിട്ട് തിരിച്ച് വരാൻ തുടങ്ങും. തിരിച്ചു വരുമ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷനും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് അതിന്റെ വെലോസിറ്റി കൂടി വരും. അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എപ്പോഴാണ് ആ പാർട്ടിക്കിൾ തിരിച്ചെവിടെ എത്തണമെന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിത് ആലോചിക്കുമ്പോൾ നമുക്ക് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അറിയാം. അതായത് തിരിച്ചു വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും ജോബി? 0. അതെ, തിരിച്ചു വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. കാരണം ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്നാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. അത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്നാണ്. അപ്പോ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും സെയിം ആവുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അപ്പൊ നമ്മള് S = ut + ½ at² ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം നമുക്ക് S അറിയാം. ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ S 0 ആണ്, കാരണം തിരിച്ച് അത് x = 0 0 = u തന്നിട്ടുണ്ട് 12 meters per second, 12t plus half. ആക്സലറേഷൻ നെഗറ്റീവ് ആണ്, ലെഫ്റ്റിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം: -3/2t² plus 12t = 0 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ടീനെ കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. t ടൈംസ് -3/2t plus 12 = 0. അപ്പൊ ഈ ഇക്വേഷന് 2 സൊല്യൂഷൻ ഉണ്ട്. അതിൽ അതിശയമില്ല അല്ലെ? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ടിയില് ഉള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. -3/2t² plus 12t = 0 എന്ന് പറയുന്നത് ടിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എപ്പോഴും 2 സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ ഒരു സൊല്യൂഷൻ t = 0 ആണ് അല്ലെ? ഇവിടെ t = 0 എന്നിട്ടാൽ ഇത് മുഴുവൻ 0 ആവില്ലേ? അപ്പൊ ഇതൊരു സൊല്യൂഷനാണ്. പിന്നെ അടുത്ത സൊല്യൂഷൻ ഈ ടേമിനെ 0 ആക്കിയിട്ട് കിട്ടുന്ന സൊല്യൂഷനാണ്. അപ്പൊ ആ ടേമിനെ 0 ആക്കിയാൽ -3/2t plus 12 = 0. അതായത് -3/2t = -12. മൈനസും മൈനസും ക്യാൻസലായി. അപ്പോൾ t = 12 × 2 / 3. ഇത് 4 times പോവും. അപ്പോൾ 4 × 2 8 seconds. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിള് 12 meters per second നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പോകെ മെല്ലെ പോവും. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഹോൾട്ട് ചെയ്യും. എന്നിട്ട് അത് തിരിച്ച് വരും, സ്പീഡ് കൂടി ഇവിടെ എത്തുമ്പോൾ 8 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സി ഇവിടെ ഈ സൊല്യൂഷന്റെ എന്താണ് മീനിങ്? ഇത് സ്റ്റാർട്ടിംഗ് ടൈമാണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ടൈമിൽ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ? അപ്പോൾ അതും ഒരു സൊല്യൂഷനാണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എപ്പോഴാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുകയെന്ന്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടക്കത്തിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. അപ്പോൾ ആ സമയത്തും ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, തിരിച്ചു വരുമ്പോഴും ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് 2 സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റാർട്ടിംഗ് ടൈം, ഇത് അത്ര ഇൻട്രസ്റ്റിംഗ് സൊല്യൂഷൻ അല്ല, ഒരു ട്രിവിയൽ സൊല്യൂഷനാണ്. പിന്നെ
അവസാനം പിന്നെ തിരിച്ചു വരുമ്പോൾ ഉള്ള സമയം, തിരിച്ചു വരാനെടുത്ത സമയം 8 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ ഇതാണ്. ഓക്കെ, ഇനി ഹൗ ഫാർ അവേ ഈസ് എ ടേണിംഗ് പോയിന്റ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് ഈ പോയിന്റിന്റെ ദൂരം, ഇവിടുന്ന് ഈ പോയിന്റിന്റെ ദൂരമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്കിപ്പോ ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരമല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി അറിയാം. ഇവിടുത്തെ വെലോസിറ്റി 0 ആണ്. കാരണം ഇതിങ്ങനെ വന്ന് സ്പീഡ് കുറഞ്ഞ് ഇവിടെ വരുമ്പോൾ സ്പീഡ് 0വും വെലോസിറ്റിയും 0വും. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്: v² - u² ഈക്വൽ ടു 2as. ഇവിടെ നമുക്ക് v അറിയാം, ഫൈനൽ വെലോസിറ്റി അത് 0 ആണ്, u തന്നിട്ടുണ്ട്, ആക്സലറേഷൻ തന്നിട്ടുണ്ട്, s ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ v 0 ആണ്, മൈനസ് u 12 ആണ്, 12² ഈക്വൽ ടു 2 ഇൻറ്റു -3, a -3 ആണ്, ഇൻറ്റു s നമുക്ക് കണ്ടുപിടിക്കണം. s എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇതെന്താണത്? അപ്പോൾ ഇതിന്ന് s ഇസ് ഈക്വൽ ടു ഈ മൈനസ് സൈനും ക്യാൻസൽ ആവും. അപ്പോൾ s ഇസ് ഈക്വൽ ടു 12² ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 6, അതായത് 12 ഇൻറ്റു 12 ബൈ 6, ഇത് 2 ടൈംസ് പോവും. അപ്പോൾ s ഇസ് ഈക്വൽ ടു 24 meters. അപ്പോൾ ഈ ദൂരം 24 meters ആണ്. ഓക്കെ, ഇനി ഈ സൊല്യൂഷൻ വേറെ വിധത്തിലും കണ്ടുപിടിക്കാം. ഇവിടുന്ന് ഇതുവരെ പോകാനുള്ള സമയവും തിരിച്ച് ഇവിടുന്ന് ഇതുവരെ വരാനുള്ള സമയവും സെയിം ആയിരിക്കും. ഇവിടുന്ന് ഇതുവരെ പോകാനുള്ള സമയവും തിരിച്ച് ഇവിടുന്ന് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പീഡ് കൂടി ഇവിടെ വരാൻ എടുക്കുന്ന സമയം സെയിം ആയിരിക്കും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, v ഇസ് ഈക്വൽ ടു u + at എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം: -u ഈക്വൽ ടു -v + at. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അതായത് യുവിൽ നിന്ന് വിയിലേക്ക് മാറ്റണ ആക്സിലറേഷൻ, അതായത് യുവിൽ നിന്ന് വിയിലേക്ക് ആക്സിലറേഷൻ എ കൊണ്ട് മാറ്റം വരുന്നുണ്ട്. അതിന് എടുത്ത സമയം t ആണെങ്കിൽ അതേ ആക്സിലറേഷൻ അതേ ടൈമിൽ -v ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് -u ഫൈനൽ വെലോസിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒന്നുകൂടെ പറയാം: എ എന്ന് പറഞ്ഞ ആക്സിലറേഷൻ u എന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് v എന്ന ഫൈനൽ വെലോസിറ്റിയിലേക്ക് t സെക്കൻഡ്സിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേ ആക്സിലറേഷൻ അതേ സമയത്തിൽ -v എന്ന ഇനീഷ്യൽ ആക്സിലറേഷനിൽ നിന്ന് -v എന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് -u എന്ന ഫൈനൽ വെലോസിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഈ ഇതേമാതിരിയുള്ള ഒരു സിമെട്രിയുടെ ഒരു ബ്യൂട്ടി. ഇവിടെ നമ്മുടെ u വന്നിട്ട് 12 ആണ് അല്ലെ, u വന്നിട്ട് 12 ആണ്, v വന്നിട്ട് 0. അതായത് 12 എന്ന 0 മീറ്റേഴ്സ് പെർ സെക്കൻഡിൽ ഈ -3 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ഒരു സമയത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേ സമയത്തിൽ അതേ ആക്സിലറേഷൻ 0യിൽ നിന്ന് -12ലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തിരിച്ച് ഈ പാർട്ടിക്കിൾ ഇവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി -12 ആണെന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? നമുക്കറിയാം ഇത് തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി നെഗറ്റീവോ, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വെലോസിറ്റി പോസിറ്റീവാണ്, തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി നെഗറ്റീവാണ്. തിരിച്ച് ഇവിടെ എത്തുമ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വെലോസിറ്റി 12 മീറ്റേഴ്സ് പെർ സെക്കൻഡിലെ, തിരിച്ച് ഇവിടുന്ന് ഇവിടെ എത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി -12 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അങ്ങനെയാണെങ്കിൽ ഇത് പറയണത്, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടേക്ക് പോകാനുള്ള സമയം
ഇവിടുന്ന് ഇവിടേക്ക് വരാനുള്ള സമയം സെയിം ആയിരിക്കും എന്നാണ് ഇത് പറയുന്നത്. അതെ അല്ലേ? 12 മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് സീറോയിലേക്ക് ഈ ആക്സിലറേഷൻ വെച്ചിട്ട് എടുത്ത സമയം 0 മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് -12 മീറ്റേഴ്സ് പെർ സെക്കൻഡിലേക്ക് അതേ ആക്സിലറേഷൻ വെച്ചിട്ട് എടുക്കുന്ന സമയം സെയിം ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ -12 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണോന്ന് അറിയില്ലല്ലോ. അത് നമുക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് അറിയാം. നമ്മളൊരു ബോള് മുകളിലേക്ക് എറിയുമ്പോഴേ അത് മുകളിൽ പോയി ഹോൾട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമല്ലോ. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ എറിഞ്ഞ സ്പീഡ് തന്നെ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടണ ബോളിന്റെ സ്പീഡ്. ഇത് എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ അതുമാതിരി തന്നെയാണ് ഇവിടെയും. പക്ഷെ അതെങ്ങനെ നമുക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക? അത് നമുക്ക് ഈ v² - u² = 2as മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാ ഇവിടെ എഴുതാ ഞാൻ v² - u² = 2as എന്ന ഇക്വേഷൻ നോക്കുമ്പോൾ ഞാനിവിടെ ഇതിനൊരു ചെറിയ മാറ്റം വരുത്താൻ പോവാണ്. അപ്പൊ ഇതിനെ ഞാൻ v² - u², ഞാനിവിടെ 2 ഇതിനെങ്ങനെ എഴുതാലോ? -2a × -s എന്ന് എഴുതാലോ. കാരണം ഈ മൈനസും ക്യാൻസൽ ആവും. എന്നിട്ട് ഞാൻ ഈ മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എനിക്ക് ഇങ്ങനെ എഴുതാം: u² - v² = 2a × -s. എന്നിട്ട് ഞാൻ യുവിനെ -u × -u, ഇവിടെ -v²നെ -v × -v എന്ന് എഴുതണം. ഇങ്ങനെ എഴുതാമല്ലോ. u² എന്ന് പറഞ്ഞാൽ -u × -u ആവാം, u × u ആവാം. v²നെ v × v ആവാം, -v × -v ആവാം. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 2a × -s. അപ്പൊ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? അതായത് ഈ ആക്സിലറേഷൻ a വെച്ചിട്ട് u എന്ന വിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് s ആണെങ്കിൽ അതേ ആക്സിലറേഷൻ വെച്ചിട്ട് -vയിൽ നിന്ന് -uയിലേക്കുള്ള മാറ്റത്തിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് -s ആണ്. അതായത് ഒന്നും കൂടെ പറയാം, a ആക്സിലറേഷൻ വെച്ചിട്ട് യുവിൽ നിന്ന് വിയിലേക്ക് മാറുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് s ആണെങ്കിൽ -vയിൽ നിന്ന് -uയിലേക്ക് വെലോസിറ്റി മാറുമ്പോൾ അതേ ആക്സിലറേഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് -s ആയിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരുമ്പോ ആ ഡിസ്പ്ലേസ്മെന്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെ വന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ്. അല്ലേ ജോബി? അതെ. ഇവിടുന്ന് ഇതുവരെ എടുത്ത ഡിസ്പ്ലേസ്മെന്റ് എന്താണോ അതിന്റെ ഇപ്പൊ നമുക്കറിയാം അത് 24 മീറ്റേഴ്സ് ആണെന്ന്. ഇവിടുന്ന് ഇവിടം വരെ വന്നപ്പോ ഡിസ്പ്ലേസ്മെന്റ് 24 മീറ്റേഴ്സ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് -24 ആയിരിക്കും. അങ്ങനെ -24 മീറ്റേഴ്സ് ആയിരിക്കുമ്പോൾ നമ്മുടെ വെലോസിറ്റിയും യുന്ന് വിയിലേക്കുള്ള മാറ്റം -vയിൽ നിന്ന് -uയിലേക്ക് മാറ്റമായിട്ട് മാറ്റാം. -vന്ന് -uയിലേക്ക് ഉള്ള മാറ്റമായിട്ട് നമുക്ക് കാണാം. ഇവിടെ u എന്ന് പറയുന്നത് 12ഉം v എന്ന് പറയുന്നത് 0. അതായത് ഇവിടുന്ന് 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് -12 മീറ്റേഴ്സ് പെർ സെക്കൻഡിലേക്ക് വരുമ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് v0 ആണല്ലോ, അപ്പൊ -0ഉം 0ഉം തന്നെയാണല്ലോ. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് -12 മീറ്റേഴ്സിലേക്ക് വരുമ്പോൾ അതേ ആക്സിലറേഷൻ വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് -s ആയിരിക്കും. അപ്പോ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇവിടുന്ന് ഇവിടം വരെ പോയി തിരിച്ചു വരുമ്പോ വെലോസിറ്റി -12 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആയിരിക്കും. അതാണ് ഇത് കാണിക്കുന്നത്. നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആവുമ്പോൾ ഫൈനൽ വെലോസിറ്റി -u ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? u എന്ന വിയിലേക്ക് മാറുമ്പോൾ എടുത്ത സമയം ഈ ആക്സിലറേഷന് അതേ സമയമായിരിക്കും -v നിന്ന് -uയിലേക്ക് ഉള്ള മാറ്റം വരുത്താനുള്ള സമയം അതേ ആക്സിലറേഷനിൽ. അപ്പോ 12 മീറ്റേഴ്സ് പെർ സെക്കൻഡിൽ നിന്ന് 0 മീറ്റേഴ്സ് പെർ സെക്കൻഡിലേക്ക് എടുത്ത സമയം തന്നെയാണ് 0 മീറ്റേഴ്സ് പെർ സെക്കൻഡിൽ നിന്ന് -12 മീറ്റേഴ്സ് പെർ സെക്കൻഡിൽ -12 മീറ്റേഴ്സിലേക്ക് എത്താനുള്ള സമയം അതേ ആക്സിലറേഷനിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടുന്ന് ഇവിടെ വരെ പോവാനും തിരിച്ച് ഇവിടുന്ന് ഇതുവരെ പോവാനും ഒരേ സമയമാണെന്ന് അർത്ഥം. അപ്പൊ അതായത് ടോട്ടൽ ടൈം നമ്മൾ 8 സെക്കൻഡ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടേക്ക് പോകാനുള്ള സമയം 4 സെക്കൻഡ്, ഇവിടുന്ന് ഇവിടേക്ക് വരാനുള്ള സമയം 4 സെക്കൻഡ്. അപ്പോ ഇവിടുന്ന്
ഇവിടേക്ക് വരാനുള്ള സമയം 4 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ആ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം അല്ലേ? എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വെച്ചിട്ട് എസ് ഇസ് ഇക്വൽ ടു 12 ആണ് ഇനീഷ്യൽ വെലോസിറ്റി. ടൈം ഞാൻ പറഞ്ഞു 4 സെക്കൻഡ്സ് ആണ് പറഞ്ഞത്. നമ്മൾ ഇവിടുന്ന് ഇതുവരേക്കുള്ള ടൈമാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ്. ഇത് ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഞാൻ ഇത് വേറെ വിധത്തിൽ കണ്ടുപിടിക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എസ് ഇസ് ഇക്വൽ ടു 12 ഇൻറ്റു 4 യു ടി പ്ലസ് ഹാഫ് എ മൈനസ് 3 ടി സ്ക്വയർഡ്. ടി എന്ന് പറയുന്നത് ഇതിന്റെ പകുതി സമയം. കാരണം ഇവിടുന്ന് ഇതുവരെ എടുത്ത സമയമാണ് ഞാൻ പറയുന്നത്. ഈ 8 സെക്കൻഡ്സ് പറയുന്നത് പോയി തിരിച്ചു വരാനുള്ള സമയമാണ്. അപ്പോൾ ഇത് 4 സ്ക്വയർഡ്. അപ്പോൾ അതായത് എസ് ഇസ് ഇക്വൽ ടു 48 മൈനസ് 3/2 ഇൻറ്റു 16. അതായത് 48 മൈനസ് 3 ഇൻറ്റു 8 24 ഈക്വൽ ടു 24 മീറ്റേഴ്സ്. പഴയ മാതിരി തന്നെ. ഓക്കെ, അപ്പോൾ രണ്ട് വിധത്തിലും നമുക്ക് ആൻസർ കിട്ടാം. ഓക്കെ, ഇത് മതി. പക്ഷേ ഈ വഴി ഞാൻ പറഞ്ഞു തന്നപ്പോൾ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഒന്നും കൂടെ പറയാം. യുവിൽ നിന്ന് വിയിലേക്ക് പോകുമ്പോൾ എടുത്ത സമയം ടി ആണെങ്കിൽ ഒരു ആക്സിലറേഷൻ എ വെച്ചിട്ട് മൈനസ് വിയിൽ നിന്ന് മൈനസ് യുവിലേക്ക് പോവാൻ അതേ ആക്സിലറേഷൻ വെച്ചിട്ട് അതേ ടൈം ആയിരിക്കും. യു നിന്ന് വിയിലേക്ക് ഒരു ആക്സിലറേഷൻ വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് എസ് ആണെങ്കിൽ അതേ ആക്സിലറേഷൻ വെച്ചിട്ട് മൈനസ് വിയിൽ നിന്ന് മൈനസ് യുവിലേക്ക് വരാൻ മൈനസ് എസ് ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ശരി. ഇനി ഞാൻ ഇതിന്റെ ഗ്രാഫ് കാണിച്ചു തരാം. ഇതാണ് ഗ്രാഫ്. ഇതെന്താണ് ഷേപ്പ് ജോബി? പാരബോള. അതെ, പാരബോള. അപ്പോ ഇതിന്ന് എന്താ മനസ്സിലാവണത്? ടൈം ടി ഈക്വൽ ടു 0 സ്റ്റാർട്ടിംഗ് പൊസിഷൻ എക്സ് 0 ആണ്. 8 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെയും പൊസിഷൻ 0 ആയി. അതായത് തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിള് 24 മീറ്റേഴ്സ് വരെ പോകുന്നുണ്ട്. ഇത് 24 ആണ് കേട്ടോ. ഇത് 24 മീറ്റേഴ്സ് ആണ്. നമ്മുടെ പാർട്ടിക്കിള് 24 മീറ്റേഴ്സ് വരെ പോകുന്നുണ്ട് 4 സെക്കൻഡിൽ. അടുത്ത 4 സെക്കൻഡിൽ അത് തിരിച്ചു വരികയാണ്. ഓക്കെ, അപ്പൊ ഈ പാരബോള ഈ 4 സെക്കൻഡിന്റെ ആ ലൈൻ വെച്ചിട്ട് സിമെട്രിക്കലാണ് അല്ലേ? ഇവിടുത്തെ ഷേപ്പും സെയിം ആണ്, സിമെട്രിക്കലാണ്. അപ്പോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 18 മൈനസ് വിയും യുവിനും പകരം മൈനസ് വി ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞില്ലേ? ടൈമൊക്കെ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെയൊക്കെ ഒരു കാരണം ഈ പാരബോളയുടെ ഷേപ്പ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത പ്രോബ്ലമായിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ, ശരി.